പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാവുകയാണ്. വെടിനിർത്തൽ കരാർ ലംഘിച്ച് അമേരിക്ക ഇറാനിലേക്ക് രൂക്ഷ ആക്രമണം നടത്തി. കുവൈറ്റിലേക്ക് ഇറാന്റെ തിരിച്ചടിയുമുണ്ടായി. വലിയ ആശങ്കയിലേക്കാണ് ഗൾഫ് മേഖല കടക്കുന്നത്. വെടിനിർത്തൽ കരാർ പുതുക്കുന്നതിന് ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് അമേരിക്കയുടെ അപ്രതീക്ഷിത ആക്രമണം. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, ഇതിപ്പോൾ ഒരു ഭാഗത്ത് സമാധാന ചർച്ചകളെന്ന് പറയുന്നു, ചർച്ചകൾക്കുള്ള ഏതാണ്ട് കാര്യങ്ങൾ, അതിനുള്ള കരാറുകളൊക്കെ അന്തിമരൂപമായി എന്ന് പറയുന്നു. അവിടെയാണ് വീണ്ടും ആക്രമണത്തിലേക്ക് അമേരിക്ക കടക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ? രഞ്ജിത്ത്, ഗൾഫ് മേഖലയെ ഒന്നാകെ ആശങ്കയിലാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിക്കുന്ന മുറയ്ക്ക് അടുത്ത 60 ദിവസത്തേക്ക് കരാർ ഒപ്പിടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ മുന്നോട്ട് പോവുകയായിരുന്നു. അതിൻ്റെ കരട് തയ്യാറായിരുന്നു. എന്നാൽ ഒപ്പിടുന്ന കാര്യത്തിൽ ചില തർക്കങ്ങൾ അവശേഷിച്ചുവെങ്കിൽ തന്നെയും മധ്യസ്ഥ രാജ്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ കരാർ ഒപ്പിടുകയും 60 ദിവസത്തിനുള്ളിൽ കൂടുതൽ ധാരണയിലേക്ക് എത്താം എന്ന ഒരു പ്രതീക്ഷയുമായിരുന്നു. അങ്ങനെയാണ് വെച്ച് പുലർത്തിയത്. പക്ഷേ അതെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഇപ്പോൾ ഗോരുഖിലേക്ക്, ഇറാനിലെ നഗരമാണ്, അവിടേക്ക് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. തിരിച്ച് ഇറാനിൽ നിന്ന് കുവൈറ്റിലേക്ക് ആക്രമണം ഉണ്ടായിരിക്കുന്നു. ആ തരത്തിൽ ആക്രമണവും പ്രത്യാക്രമണവും ഒക്കെ തന്നെ ഉണ്ടാകുന്ന നിലയിലേക്ക് പോകുന്നു. അമേരിക്കയുടെ കടുത്ത ആക്രമണമാണ് ഇറാനിലേക്ക് നടക്കുന്നത്. അവിടെ വ്യോമാക്രമണമാണ് അമേരിക്ക നടത്തുന്നത്. നേരത്തെ ഹോർമൂസിലെ ഈ സീ മൈനുകൾ റിക്കവർ ചെയ്യുന്നതിന്, തിരികെ എടുക്കുന്നതിന് ഇറാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. 30 ദിവസത്തിനുള്ളിൽ ഇങ്ങനെയുള്ള മൈനുകൾ മാറ്റും എന്ന ഉറപ്പാണ് നൽകിയത്. അതിൻ്റെ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. ചില കാര്യങ്ങളിൽ തട്ടിയാണ് ഈ തർക്കം അവശേഷിച്ചത്. പ്രധാനമായും ആണവ നിരായുധീകരണമാണ്. ഇറാൻ ആണവശക്തി ആകരുത് എന്ന അമേരിക്കയുടെ കടുത്ത നിലപാട്. അതിനോട് അനുകൂലമായല്ല ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടുള്ളത്. എങ്കിൽ തന്നെയും അവരുടെ വാദം ഇത് അണ്വായുധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല, യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത് ഊർജ്ജാവശ്യത്തിന് വേണ്ടി എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിന്മേലാണ് ചർച്ച നടക്കുന്നത്. ഹോർമൂസുമായി ബന്ധപ്പെട്ട് അത് പരിപൂർണമായ അവകാശം തങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ വേണമെന്ന ആവശ്യമാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. അക്കാര്യത്തിലും അമേരിക്കയുടെ കടുംപിടുത്തം ഒന്ന് അയയുകയായിരുന്നു. പക്ഷേ ഈ കരാർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു ധാരണ, അന്തിമമായ ഒരു ചർച്ചയോ അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്കോ എത്തിയിരുന്നില്ല. അതുതന്നെയാണ് ഇപ്പോൾ ഈ ഒരു അക്രമത്തിലേക്ക് വീണ്ടും കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അതിന് അടിസ്ഥാനമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേലിൻ്റെ ഇടപെടൽ തന്നെയാണ്. ലെബനനിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അത് തീർച്ചയായും ഈ ഇപ്പോഴുള്ള ഒരു പ്രകോപനത്തിന് വഴിവെച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ഈ ഇസ്രായേലിൻ്റെ ഇംഗിതത്തിന് വഴങ്ങി അമേരിക്ക പ്രവർത്തിക്കുന്നു എന്നത് തന്നെയാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അമേരിക്കയിൽ പോലും വ്യത്യസ്ത അഭിപ്രായം യുദ്ധവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുമ്പോൾ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ സിറിയയിലേക്കും ലെബനനിലേക്കും ഒക്കെ തന്നെ ഇസ്രായേൽ തുടരെ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്കുള്ള ആക്രമണം ഉണ്ടാകുന്നത്. അങ്ങനെ വ്യോമാക്രമണം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ഗോരുഖ് എന്ന പ്രദേശത്തേക്ക് വലിയ തോതിലുള്ള ആക്രമണം നടത്തിയിരിക്കുന്നു. തിരിച്ച് ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടാകുന്നു. ഗൾഫിലേക്കുള്ള ആക്രമണത്തെ UAE ഇപ്പോൾ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയിലടക്കം ഈ പാചകവാതക സിലിണ്ടറിനൊക്കെ തന്നെ വില വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അവിടെ എണ്ണ കമ്പനികൾ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യമാണ്. അങ്ങനെ വലിയ പ്രതിസന്ധി ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ നേരിടുമ്പോഴാണ് ഒരിക്കൽ കൂടി യുദ്ധത്തിലേക്ക് പോകുമോ എന്ന തരത്തിലുള്ള ആശങ്ക ഉയരുന്നത്. ഇപ്പോൾ ഈ ബ്രന്റ് ക്രൂഡിൻ്റെ ഒക്കെ തന്നെ വില നേരിയ തോതിൽ ഉയർന്നു തുടങ്ങി. $84 വരെ ബാരലിനുണ്ടായിരുന്നതാണ്. അത് 86 പോകുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ ഇതിൻ്റെ ആഘാതം എത്രമാത്രം വലുതാകുമെന്നത് നമുക്ക് കണ്ടറിയാം. ഏതായിരുന്നാലും വലിയ ആശങ്ക പരത്തിക്കൊണ്ട് തന്നെയാണ് വീണ്ടും പശ്ചിമേഷ്യ സംഘർഷഭരിതമാകുന്നത്. രഞ്ജിത്ത്, വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഇറാന്റെ ആക്രമണം കുവൈറ്റിലേക്കും സംഭവിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രമാക്കിയുള്ള ആക്രമണം ഇറാൻ തുടരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്.